തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയ UK റോയൽ നേവി F-35B യുദ്ധവിമാനത്തിന്റെ സാങ്കേതിക തകരാർ പ്രതിസന്ധി തുടരുന്നു. വിമാനം എപ്പോൾ തിരികെ കൊണ്ടുപോകാൻ ആകുമെന്ന് അറിയില്ലെന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷന്റെ സന്ദേശം എയർപോർട്ടിന് കിട്ടി എന്നാണ് സൂചന. UKയിൽ നിന്നും വിദഗ്ധ സംഘവും ഉപകരണങ്ങളും എത്തിയാലുടൻ വിമാനം തിരുവനന്തപുരത്തെ മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവർഹോൾ ഹാങ്ങറിലേക്ക് മാറ്റിയിടും. ഇന്ത്യയിലെ വിമാനത്താവളത്തിൽ UKയുടെ 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഇതാദ്യമായിട്ടാണ്. വിമാനം സുരക്ഷിതമായി സൂക്ഷിക്കാനാണ് ഹാങ്കറിലേക്ക് മാറ്റുന്നത്. അതിനിടെ ഇന്ധനം തീർന്നതുകൊണ്ടാണ് വിമാനം തിരുവനന്തപുരത്ത് എത്തിയെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ തള്ളിക്കളയുകയാണ് ബ്രിട്ടൻ. HMS പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പലിൽ നിന്നും പറന്നുയർന്ന വിമാനം മോശം കാലാവസ്ഥ കാരണം തിരിച്ചിറങ്ങാൻ ആകാത്ത സാഹചര്യത്തിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത്. മടങ്ങാൻ ശ്രമിക്കുന്നതിനിടെ എഞ്ചിനിൽ തകരാർ കണ്ടെത്തി. ഇതോടെയാണ് കപ്പലിൽ ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതി വന്നതെന്നാണ് ബ്രിട്ടന്റെ വിശദീകരണം. വിമാനം തിരുവനന്തപുരത്ത് ഇറക്കാൻ ഇന്ത്യൻ നേവിയും വ്യോമസേനയും വിമാനത്താവളം അധികൃതർ ഉൾപ്പെടെ നൽകിയ പിന്തുണയ്ക്ക് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഹൈക്കമ്മീഷൻ അറിയിച്ചു. അതായത് വ്യോമസേന അടക്കം അറിയിച്ചിട്ടാണ് വിമാനം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. നിരീക്ഷണ സംവിധാനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പറക്കാൻ കഴിയുന്ന US നിർമ്മിത സിംഗിൾ സീറ്റർ യുദ്ധവിമാനമാണ് F-35B. കപ്പലുകളിലെ ചെറിയ റൺവേയിൽ നിന്നും പറന്ന് ശതാബ്ദി വേഗത്തിലേക്ക് കുതിക്കാനും ഹെലികോപ്റ്റർ പോലെ നേരെ താഴെ എത്തി നിൽക്കാനും ഇവയ്ക്ക് കഴിയും. നേരത്തെ ഇന്ധനം തീർന്നതിനെ തുടർന്നാണ് വിമാനം തിരുവനന്തപുരത്ത് എത്തിയതെന്നും ഇന്ത്യയുടെ റഡാറിൽ വിമാനം പതിഞ്ഞെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിനിടയിലാണ് റഡാറിൽ പതിയും മുമ്പ് തന്നെ ഇന്ത്യൻ നേവിയും വ്യോമസേന വിമാനത്താവള അധികൃതരും അറിഞ്ഞുവെന്ന് UK അറിയിക്കുന്നത്. ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധർ അടങ്ങുന്ന സംഘം വിമാനത്തിന്റെ കേടുപാട് പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. എങ്കിലും വിമാനത്തിന്റെ മടക്കയാത്രയിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഇപ്പോൾ വിമാനത്താവളത്തിൽ തുറസായ സ്ഥലത്താണ് F-35B തുടരുന്നത്. വിമാനത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കാൻ ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരുടെ 40 അംഗ സംഘം എത്തുമെന്നാണ് അറിയുന്നത്. ഇനിയും വിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എയർലിഫ്റ്റിംഗ് വേണ്ടിവരുമെന്നാണ് പുറത്തുവരുന്ന വിവരം. സാങ്കേതിക തകരാർ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ സുരക്ഷ വിലയിരുത്തിയ ശേഷം സൈനിക വിമാനത്തിൽ F-35B ബ്രിട്ടനിലേക്ക് എയർലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് കേടുപാട് പറ്റിയതാണ് നിലവിലെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് പരിഹരിക്കുക എന്നത് ശ്രമകരം എന്നാണ് വിവരം. ഇനിയും കൂടുതൽ ദിവസം വിമാനത്താവളത്തിൽ F-35B തുടരുകയാണെങ്കിൽ വിമാനത്താവളം ഉപയോഗിച്ച വാടക ബ്രിട്ടീഷ് അധികൃതർ നൽകേണ്ടി വരുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. അറബിക്കടലിൽ സൈനിക അഭ്യാസത്തിനെത്തിയ HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പലിൽ നിന്നും പറന്നുയർന്ന F-35B ജൂൺ 14 രാത്രി 9:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത്. ഇന്ധനക്കുറവ് കാരണം ഇറക്കിയത് എന്നാണ് ആദ്യ വിവരം. പ്രതിരോധ വകുപ്പിന്റെ നടപടികൾക്ക് ശേഷം ഇന്ധനം നിറച്ച് വിമാനം തിരിച്ചു പറക്കാം എന്നായിരുന്നു അറിയിച്ചിരുന്നത്. $110 ദശലക്ഷം വില വരുന്ന F-35B ഫൈറ്റർ ജെറ്റാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുറസായ സ്ഥലത്ത് വെയിലും മഴയും ഏറ്റ് കിടക്കുന്നത്. മഴ കനക്കുന്നതുകൊണ്ട് വിമാനത്തെ ഹാങ്കർ യൂണിറ്റിലേക്ക് മാറ്റാമെന്ന് ഇന്ത്യൻ വ്യോമസേന നിർദ്ദേശിച്ചെങ്കിലും അത് വേണ്ടെന്ന നിലപാടായിരുന്നു UKക്ക്. അത്യാധുനിക സൈനിക വിമാനമായ F-35 മറ്റൊരു രാജ്യത്തിന്റെ അധീനതയിലുള്ള ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റേണ്ടതില്ലെന്നാണ് ബ്രിട്ടീഷ് സംഘത്തിന്റെ ആദ്യ തീരുമാനം. പിന്നീട് അത് മാറുകയായിരുന്നു. ലോകത്ത് ഏതാനും രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ള 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമാണ് ബ്രിട്ടീഷ് നാവികസേനയുടെ അമേരിക്കൻ നിർമ്മിത F-35. രഹസ്യമായ നിരവധി സാങ്കേതിക സംവിധാനങ്ങൾ കാരണം മറ്റു യുദ്ധവിമാനങ്ങളെക്കാൾ പോരാട്ടശേഷി കൂടിയവയാണ് 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ. അമേരിക്കയുടെ F-35 വേണ്ടെന്ന് വെച്ച് ഇന്ത്യ ഇത്തരം വിമാനങ്ങൾ സ്വന്തമായി വികസിപ്പിക്കാനുള്ള ഗവേഷണത്തിലാണ്. ശബ്ദത്തെക്കാൾ വേഗത്തിൽ പറക്കാൻ കഴിയുന്ന ഒറ്റ എഞ്ചിനുള്ള ഒറ്റ സീറ്റർ F-35 ലോക്കിഡ് മാർട്ടിൻ എന്ന കമ്പനിയാണ് വികസിപ്പിച്ച് അമേരിക്കയ്ക്ക് കൈമാറിയത്. 1000 കോടി രൂപ വില വരുന്ന ഈ വിമാനം അമേരിക്ക അവരുടെ സഖ്യരാഷ്ട്രങ്ങൾക്കും കൈമാറിയിട്ടുണ്ട്.